ആഫ്രിക്കൻ ഗോത്രങ്ങളിൽ ജീവിക്കുന്ന ആളുകളും അവരുടെ ജീവിത ശൈലികളും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ആഫ്രിക്കൻ ഗോത്ര ജനതയ്ക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു ആചാരമാണ് ബോഡി കട്ടെന്നത്. ബോഡി കട്ടെന്നത് ഒരു പെൺകുട്ടി സ്ത്രീയായി മാറിയെന്നതും അവൾക്ക് വിവാഹപ്രായമായി എന്നതും മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള അടയാളമായി ഈ നാട്ടുകാർ കാണുന്നു. കൂർത്ത മുനയുള്ള കത്തി പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് തൊലിപ്പുറത്താണ് ബോഡി കട്ട്സ് ഉണ്ടാക്കുന്നത്. തൊലിപ്പുറത്തുണ്ടാവുന്ന ഈ മുറിവിന്റെ പാടുകൾ ഉത്തരവാദിത്വത്തിന്റെ, ആത്മാഭിമാനത്തിന്റെ, ധൈര്യത്തിന്റെ അടയാളമായി ആഫ്രിക്കൻ ഗോത്ര സമൂഹം കണക്കാക്കുന്നു. ഓരോ പാടുകളുടെ ആകൃതിയിൽ ഒരു വിശ്വാസത്തിന്റെ മറവും ഉണ്ടായിരിക്കും. നമ്മൾ ടാറ്റുവിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നുവോ അതുപോലെയാണ് അവർ ബോഡി കട്ടിനെ കാണുന്നത്. ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതല്ലാതെ ആഘോഷവേളകളിലും ഇത്തരം മുറിവുകൾ ഉണ്ടാക്കപ്പെടാറുണ്ട്. യുവതലമുറ അവരുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ആഘോഷങ്ങളിൽ മുറിവുണ്ടാക്കുന്നത്. വിവാഹ നിശ്ചയ ചടങ്ങുകൾക്ക്, ആർത്തവം ആരംഭിക്കുമ്പോൾ തുടങ്ങി ചില പ്രത്യേക ആഘോഷ ദിവസങ്ങളിലാണ് ഈ മുറിവുകൾ ഉണ്ടാക്കപ്പെടുന്നത്. കുടുംബാംഗങ്ങൾ, അവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആളുകൾ തുടങ്ങി ചിലരാണ് ഇത്തരം ആഘോഷത്തിൽ പങ്കെടുക്കുക. കത്തി, മൂർച്ചയുള്ള കല്ലുകൾ, ഗ്ലാസ് കഷ്ണം, ലോഹ കഷ്ണം എന്നിവ ഉപയോഗിച്ചോ ചില ഗോത്രത്തിൽ ഉൾപ്പെടുന്നവർ പൊള്ളിച്ചോ ശരീരത്തിൽ പാടുകൾ ഉണ്ടാക്കാറുണ്ട്. അവർ തങ്ങളുടെ സൗന്ദര്യത്തിന്റെ, വ്യക്തിത്വത്തിന്റെ ഒരുമയുടെ എല്ലാം പ്രതീകമായാണ് ഈ മുറിവ് ഉണ്ടാക്കുന്നതിനെയും അതിന്റെ പാടുകളെയും കണക്കാക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള ചില തലമുറകൾ മാറുമ്പോഴുണ്ടാകുന്ന മാറ്റം ഇക്കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. ആധുനിക ചികിത്സയുടെ സാധ്യതകളും ആഗോളവൽക്കരണവും എല്ലാം ഒരു തരത്തിൽ പുതിയ തലമുറയെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും പറയാം. വേദന സഹിച്ചുകൊണ്ട് സ്വന്തം വ്യക്തിത്വം അടയാളപ്പെടുത്താൻ ഈ പുതിയ തലമുറയിലെ ആളുകൾ താല്പര്യപ്പെടുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ.